പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപടി മലയാളം സിനിമകൾ ഈ ആഴ്ച വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ സ്ട്രീമിംഗിന് എത്തിയിരിക്കുകയാണ്. ഇതിൽ തന്നെ സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന 3 സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ഫിലിം OTT റിലീസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. മലയാളത്തിന്റെ പ്രിയ നായിക മീര ജാസ്മിനും അശ്വിൻ ജോസും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് പാലും പഴവും. VK പ്രകാശ് സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി എന്റർടൈനർ തിയേറ്ററിലെത്തിയത് ഓഗസ്റ്റ് 23-നായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ OTT-യിലൂടെ പ്രേക്ഷകരിലേക്ക് എത്താനൊരുങ്ങുകയാണ് സിനിമ. OTT പ്ലാറ്റ്ഫോമായ സൈന പ്ലേയിലൂടെ ഡിസംബർ 20-ന് പാലും പഴവും റിലീസ് ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ ത്രില്ലറാണ് പണി. 2024 ഒക്ടോബർ 24-ന് തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു. ചിത്രം തിയേറ്ററിൽ മിസ്സായവർ പണിയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായൊരു റിപ്പോർട്ട് ഇന്ന് വന്നിട്ടുണ്ട്. 2024 ഡിസംബർ 20 മുതൽ സോണി ലിവിൽ സിനിമ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഏറെ നാളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് സുരാജ് വെഞ്ഞാറമൂട് നായകനായെത്തിയ മദനോത്സവം. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ തിരക്കഥ എഴുതി സുധീഷ് ഗോപിനാഥ് സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ ഏപ്രിലായിരുന്നു തിയേറ്ററിലെത്തിയിരുന്നത്. മികച്ച പ്രതികരണങ്ങൾ നേടിയ സിനിമ തിയേറ്ററിലും വിജയം നേടിയിരുന്നു. എന്നാൽ റിലീസ് ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും സിനിമ OTT-യിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ മദനോത്സവത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഡിസംബർ അവസാനം ക്രിസ്മസിനോടനുബന്ധിച്ച് ചിത്രം OTT-യിൽ എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യാനായി ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും OTT-യിലൂടെ ഒരു കോമഡി എന്റർടൈനർ മൂവി തന്നെയായിരിക്കും സുരാജിന്റെ ഈ സിനിമ. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ OTT ഫിലിം ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.